1949 അയോധ്യയിലെ ബാബരി മസ്ജിദിലേക്ക് വിഗ്രഹങ്ങളെ ഒളിച്ചുകടത്തിക്കൊണ്ട് ഇത് ഞങ്ങളുടെ ദേവാലയമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. സംസ്ഥാനവും സ്ഥലവും മാത്രമേ മാറുന്നുള്ളൂ, നടക്കുന്നതെല്ലാം ഒരേ പാറ്റേണിലാണ്. 2023 മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദിലേക്ക് വിഗ്രഹവുമായി ചെന്നുകയറി അവരെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ അന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഇന്ന് അതേ പള്ളിയാണ് സംശയാസ്പദമായ പള്ളി എന്ന നിലയിൽ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട് എന്നതിന്റെ പേരിൽ ആ പള്ളിയുടെ ഉള്ളിലുള്ള ആരാധനാ സ്വാതന്ത്ര്യങ്ങളെ മുഴുവനും വിലക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത്. 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന നിയമമാണ്. രാജ്യത്ത് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി തുടരണം. അവിടെ മറ്റു ചരിത്രങ്ങളോ വർത്തമാനങ്ങളോ ചേർത്തുവെച്ച് കലാപങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വളരെ കൃത്യമായി നിയമം പറഞ്ഞ ഒരു രാജ്യത്ത് 1991 നിയമത്തെ ആരാണോ സംരക്ഷിക്കേണ്ടത് അതേ കോടതികൾ തന്നെ തുടർച്ചയായി രാജ്യത്തെ ആരാധനാലയങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെടുമ്പോ ആ നിയമം മറന്നുപോകുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. ആ നിയമമുണ്ടാക്കിയ ആളുകൾ അല്ലെങ്കിൽ ആ നിയമത്തെ പരിരക്ഷിക്കേണ്ടവർ അവരാണല്ലോ, കോടതികളാണല്ലോ ഈ നിയമത്തെ രക്ഷിക്കേണ്ടവർ. പുതിയ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട